ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കളക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനു പുറമെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള PPE കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ട് മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9 കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനു ശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, CP ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ VV രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ 2 തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു.
ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തിരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 1 നൂറ്റാണ്ടിനോടടുക്കും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6ാം ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടർന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ വമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോക വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ്പ് ഡെ വെർദെ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നവുമായി എത്തുന്നു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.